കാറ്ററിംഗ് സർവീസ് മേഖലയിൽ 15 വർഷത്തെ പരിചയ സമ്പത്തോടെ പാലക്കാടിന്റെ പ്രശസ്തമായ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം. നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദകരമായ മുഹൂർത്തങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളുമുണ്ട് കൂടെ. വിശ്വസ്തയോടും ഗുണമേന്മയോടും ഉത്തരവാദിത്വത്തോടും കൂടി വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നു. വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ രുചിഭേദങ്ങളോടെ ഇനി നിങ്ങളുടെ ആഘോഷങ്ങൾ ആനന്ദകരമാക്കാം. വിരുന്നൊരുക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കായി. ഹാപ്പി മെനു കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ്, പാലക്കാട് ആൻഡ് കോയമ്പത്തൂർ. ഫോൺ 9496324011 9400143333. ഹാപ്പി മെനു ഫോർ ഹാപ്പി ഫാമിലി. ഒറ്റപ്പാലം ബ്ലോക്ക് തല മണ്ണ് പരിശോധനാ ക്യാമ്പയിനും മണ്ണറിവ് കാർഷിക വിജ്ഞാന ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷയായി. മനുഷ്യന്റെ പ്രവൃത്തികൾ ഇന്ന് മണ്ണിനെ ഏറെ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മണ്ണിനെ അറിയുക എന്ന സന്ദേശവുമായി സെമിനാർ സംഘടിപ്പിച്ചത്. മണ്ണറിവ് 2024 കാർഷിക അഭിവൃദ്ധിക്കായി മണ്ണ് പരിപാലനം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ പട്ടാമ്പി അഗ്രികൾച്ചർ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അരുൺ താഴത്ത് ക്ലാസിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാറിൽ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ, ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, സി ബാബു, കെ സുരേഷ്, ചന്ദ്രബാബു, പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണ് ആരോഗ്യ പരിപാലനം എന്നാണ് പറയാം. സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. മണ്ണ് ആരോഗ്യ പരിപാലനം അതെന്താ? അപ്പൊ സാധാരണയായി നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള ജീവികൾക്കാണ് നമ്മൾ എന്ത് പറയാ, രോഗം അല്ലെങ്കിൽ ആരോഗ്യം എന്നൊക്കെ പറയാല്ലേ. ഹെൽത്ത് എന്ന് പറയുന്നത് ജീവനുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ജീവനുള്ള ജീവികൾക്കാണല്ലോ നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം എന്ന് പറയുന്നത് ഒരു പ്രസക്തമാണ്. മണ്ണ് അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് മണ്ണിന് ജീവനുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്ക് ചുറ്റി കാണുന്ന സസ്യങ്ങൾക്ക് ജീവനുണ്ട്, മൃഗങ്ങൾക്ക് ജീവനുണ്ട്, മനുഷ്യർക്ക് ജീവനുണ്ട്, സൂക്ഷ്മജീവികൾക്ക് ജീവനുണ്ട്. മണ്ണിന് ജീവനുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. മണ്ണിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ മണ്ണിൽ ജീവനുണ്ട്. ആ ജീവൻ നിലനിർത്തണമെങ്കിൽ മണ്ണിന് ചില പ്രത്യേകതകൾ ആവശ്യമുണ്ട്. ആ ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മണ്ണ് മണ്ണാവുന്നുള്ളൂ. അല്ലെങ്കിൽ മണ്ണ് വെറും പദാർത്ഥങ്ങളായിട്ട് മിനറൽസ്, ധാതുക്കളും അവശിഷ്ടങ്ങളും മാത്രമായിട്ട് അവശേഷിക്കുന്നു.